ദേശീയ അധ്യാപക പരിഷത്ത് NTU 47ാം സംസ്ഥാന സമ്മേളനം 22, 23, 24 തീയതികളിലായി കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് വൈകുന്നേരം 5 മണിക്ക് NTU ജില്ലാ കാര്യാലയത്തിൽ വച്ച് നടക്കുന്ന സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗത്തിൽ RSS കണ്ണൂർ വിഭാഗ് സഹകാര്യവാഹ് ലോകേഷ് ജോഡ്കൽ യോഗം ഉദ്ഘാടനം ചെയ്യും. 23-ന് കാസർഗോഡ് ടൗൺ ഹാളിൽ നടക്കുന്ന സമന്വയ സഭ RSS ഉത്തരപ്രാന്ത ഭൗതിക് ശിക്ഷൻ പ്രമുഖ് M ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 24-ന് KT ജയകൃഷ്ണൻ മാസ്റ്റർ നഗർ ടൗൺ ഹാളിൽ രാവിലെ 9:30-ന് സോപാന സംഗീതവും തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ അധ്യാപക മേഖലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 42ഓളം അംഗീകൃത അധ്യാപക സംഘടനകൾ. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന 4ഓളം സംഘടനകൾ വേറെയുണ്ട്. ഈ 42 അംഗീകൃത അധ്യാപക സംഘടനകൾക്കും 4 അംഗീകാരമില്ലാത്ത അധ്യാപക സംഘടനകളെ സംബന്ധിച്ചും ഈ ഒരു വർഷം ഏറെ പ്രസക്തമായ ഒരു വർഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2025 സെപ്റ്റംബർ 1-ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ടെറ്റ് എന്ന് പറയുന്ന ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകർ 2 വർഷം കൊണ്ട് സ്വയമേവ വിരമിക്കണമെന്നും വിരമിക്കാൻ 5 വർഷം മാത്രം ബാക്കിയുള്ള ആളുകൾക്ക് സർവീസിൽ തുടരാമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. ആ വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ 1,20,000 വരുന്ന അധ്യാപക സമൂഹത്തിൽ 60,000 ആളുകളുടെ ജോലി സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അധ്യാപക ലോകം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപക പരിഷത്തിന്റെ ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിന് അധ്യാപക ലോകത്ത് ഏറെ പ്രസക്തിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിലും പാഠപുസ്തക സമിതിയുടെ പരിഷ്കരണങ്ങൾ 1 മുതൽ 10 വരെ പൂർത്തിയായി കഴിഞ്ഞു. പുതിയ പാഠപുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ +1, +2 കരിക്കുലത്തിന്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പാഠ്യ പദ്ധതി സമീപന രേഖ പുറത്തിറക്കി പാഠപുസ്തകങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു നാട്ടില് വലിയ തോതിൽ വിദ്യാഭ്യാസ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകർക്കൊപ്പം പൊതുജനത്തിനും ഏറെ പ്രാധാന്യമുള്ള ഒരു വിദ്യാഭ്യാസ കാര്യക്രമത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി T അനൂപ് കുമാർ, സ്വാഗത സംഘം ചെയർമാൻ ഹരീഷ് ചന്ദ്ര നായക്, വർക്കിംഗ് ചെയർമാൻ P രമേശ്, ജനറൽ കൺവീനർ T കൃഷ്ണൻ, NTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ നായർ, മീഡിയ പബ്ലിസിറ്റി കൺവീനർ M രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി അജിത് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.